കഴിഞ്ഞ എക്സാമിനൊന്നും എഴുതാൻ പറ്റിയില്ല. ഇതുവരെ എടുത്തതൊന്നും ഫുള്ളായിട്ട് പഠിച്ച് തീർന്നിട്ടില്ലേ? അപ്പോൾ ഇനി എടുക്കാനുള്ളതും ഇതുവരെ എടുത്തതും ഒക്കെ കൂടി പഠിക്കാൻ ടെൻഷനായിട്ടാണുള്ളത്. അപ്പോൾ പേടിക്കണ്ട, ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾ പഠിത്തത്തിൽ പിന്നിലായി പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ക്യാച്ചപ്പ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഗൈസ്, എൻ്റെ പേര് അനൈന. ഞാനിപ്പോൾ ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത്, +1 +2 മാത്രമല്ല 10th ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതേ അവസ്ഥ എനിക്കും ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചെയ്തിരുന്ന എക്സാക്ട് സ്റ്റെപ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണുക. ടിപ്പ് നമ്പർ 1, പ്രയോറിറ്റൈസ്. അപ്പോൾ മിക്ക സ്റ്റുഡൻസും വിചാരിക്കുന്നത് പഠിക്കുമെന്ന് വെച്ചാൽ ബുക്ക് തുറന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷേ ദാറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് വേ ടു വേസ്റ്റ് ടൈം. ഇൻസ്റ്റെഡ് യു നീഡ് ടു ഡിസൈഡ് ഏത് ചാപ്റ്ററാണ്, ഏത് ടോപ്പിക്കാണ് ഇപ്പോൾ റൈറ്റ് നൗ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന്. സോ ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കുക. ഇഫ് യു ഹാവ് കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് മാത്സ് ബാക്ക്ലോഗ് ഉണ്ടാകുമ്പോൾ ഒരു ഹൈ വെയിറ്റേജ് ചാപ്റ്ററും ഒരു ഈസി ചാപ്റ്ററും ടു ഡു ലിസ്റ്റായി എഴുതുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കമ്പാരറ്റീവ്ലി ഈസി ആയിരിക്കും. കാരണം ഹൈ വെയിറ്റേജ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ഉള്ളത് ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണല്ലോ. ഫോർ എക്സാമ്പിൾ, ഫിസിക്സ് വേവ് ഒപ്റ്റിക്സ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് മോഷൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒപ്പം ചെറിയൊരു സിമ്പിൾ ഡെറിവേഷനും ആഡ് ചെയ്യുക, ലൈക്ക് ലെൻസ് ഫോർമുല. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ബൂസ്റ്റ് കിട്ടും. അതായത് നമ്മൾ ബിക്കോസ് ഇറ്റ്സ് ഈസിയർ ടു കംപ്ലീറ്റ് ആൻഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് മോട്ടിവേഷൻ കിട്ടും. ആൻഡ് ഇഫ് യു ഡോണ്ട് പ്രയോറിറ്റൈസ്, നമ്മൾ ഫുൾ ഡേ പഠിച്ചാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ യു ഫീൽ ലൈക്ക് നത്തിങ് ഇസ് ഡൺ. സോ ഈ വീഡിയോയിൽ ഞാൻ ബാക്ക്ലോഗ്സ് എന്ന് പറയുന്നുണ്ട്. ബാക്ക്ലോഗ്സ് എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ പഠിക്കാൻ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്, അതായത് നമ്മൾ ഓൾറെഡി പഠിക്കേണ്ടതായിരുന്നു പക്ഷെ പഠിച്ചില്ല, ഇനിയിപ്പോൾ ആദ്യം തൊട്ടേ ഒന്നുകൂടി അത് പഠിക്കണം. സോ അങ്ങനത്തെ ചാപ്റ്റേഴ്സിനെയാണ് ഞാനിവിടെ ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ഈ ബാക്ക്ലോഗ്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? ഡോണ്ട് വറി, അതാണ് നമ്മുടെ നെക്സ്റ്റ് പോയിൻറ്റ്. സോ മോസ്റ്റ് കോമൺ മിസ്റ്റേക്ക് സ്റ്റുഡൻസ് ഡു വെൻ ദേ ഫോൾ ബിഹൈൻഡ് ഇസ് ദാറ്റ് അവർ ഫസ്റ്റ് തൊട്ടേ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ആൻഡ് യു ഗസ്റ്റ് ഇറ്റ്, ദാറ്റ്സ് എ ബാഡ് ഐഡിയ. കാരണം നമ്മൾ പഴയത് പഠിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പൈലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ, ഇതൊരിക്കലും തീരില്ല. സോ ഡു ദിസ്. അന്നത്തെ പോർഷൻ അതാത് ദിവസം പഠിക്കുക. ഓൾഡ് ക്ലീഷേ ഡയലോഗാണെന്നറിയാം, എങ്കിലും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് തിങ് ആണത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യുവർ ക്ലാസ് ടുഡേ കവേർഡ് കെമിക്കൽ കൈനറ്റിക്സ്, സ്റ്റഡി ദാറ്റ് ദ സെയിം ഈവനിങ്. അന്ന് തന്നെ അത് പഠിക്കുക. ദെൻ കീപ് 1 എക്സ്ട്രാ അവർ ബ്ലോക്ക് ബാക്ക്ലോഗ് സബ്ജക്റ്റിന്. അപ്പോൾ എന്തായി, അത് ബാലൻസായി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 3 മണിക്കൂർ ഡെയിലി പഠിക്കുമെങ്കിൽ 2 hours ഇന്ന് ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. ആൻഡ് 1 hour ബാക്ക്ലോഗ്സിന് വേണ്ടി മാറ്റി വെക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് ടൈം ഡിവൈഡ് ചെയ്യണമെന്നില്ല. അതിപ്പോൾ നിങ്ങൾക്ക് എത്ര പഠിക്കാനുണ്ട് എന്നത് വെച്ച് ബാലൻസ് ചെയ്ത് ടൈം ഡിവൈഡ് ചെയ്യണം. ചിലർക്ക് കുറേ ബാക്ക്ലോഗ്സ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിന് കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുക്കണം. ഇനിയിപ്പോൾ കുറച്ച് ബാക്ക്ലോഗ്സ് ഉള്ളെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ, അതായത് പ്രസൻറ്റിലെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം. ജസ്റ്റ് ഇമാജിൻ ദിസ് ആസ് നിങ്ങളൊരു മുറ്റം അടിച്ചു വാരുകയാണ്. അപ്പോൾ ആദ്യം വീണ ഇലകൾ മാത്രം നിങ്ങൾ അടിച്ചു വാരിക്കൊണ്ടിരുന്നാൽ അതിന് മാത്രമേ നേരം ഉണ്ടാവും. അപ്പോൾ ആദ്യം വീണ ഇലകളും പുതിയ വീണ ഇലകളും രണ്ടും കൂടി ബാലൻസ് ചെയ്ത് അടിച്ചു വാരണം, എന്നാലേ ആ മുറ്റം ക്ലീൻ ആവും. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. സോ നമ്മൾ ബാക്ക്ലോഗും പ്രസൻറ്റിലെ വർക്ക്സും ബാലൻസ് ചെയ്യാൻ പഠിച്ചു. പക്ഷേ സിലബസ് നിങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ പോകും. അതിങ്ങനെ വലിയൊരു മല പോലെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ സിലബസിനെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യണം. ഈ ബാക്ക്ലോഗ്സ് കാണുമ്പോൾ ടെൻഷൻ ആവാനുള്ള മെയിൻ റീസൺ തന്നെ ഈ സിലബസാണ്. അപ്പോൾ ചാപ്റ്റേഴ്സിൻ്റെ നെയിം കണ്ട് ടെൻഷൻ അടിക്കാതെ നമുക്കതങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നോക്കാം. സോ നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് സ്റ്റഡി ഓർഗാനിക് കെമിസ്ട്രി, റീഡ് ആൽഡിഹൈഡ്സ് റിയാക്ഷൻസ്, റൈറ്റ് നോട്ട്സ്, പ്രാക്ടീസ് 5 questions. അപ്പോൾ അത് 3 ചെറിയ ടാസ്കുകളായിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തു. ഇങ്ങനെ ടാസ്ക്സ് എഴുതാൻ വേണ്ടി നമുക്ക് ബുള്ളറ്റ് ജേർണലോ അല്ലെങ്കിൽ
സ്റ്റിക്കി നോട്ട്സോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അപ്പോൾ ചെറിയ ചെറിയ ടാസ്കുകൾ വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡോപ്പമൈൻ കിട്ടും. നെക്സ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ കിട്ടും. സോ നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകൾ എഴുതിയാൽ അതൊരു സ്റ്റാർട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. ബിക്കോസ് അവർ ബ്രെയിൻ ലവ്സ് ക്വിക്ക് വിൻസ്. സോ സിലബസ് ഫിനിഷ് ചെയ്യാന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയ ടാസ്ക്കൊന്നുമല്ല. നമ്മൾ ചെറിയ ചെറിയ ടാസ്ക്, ചെറിയ ചെറിയ സ്റ്റെപ്പ് ഡെയിലി കൺസിസ്റ്റൻ്റായിട്ട് ചെയ്താൽ തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ടാസ്കൊക്കെ ക്ലിയറാണ് പക്ഷെ ടൈമില്ല. ഗുഡ് ക്വസ്റ്റ്യൻ. അതാണ് നമ്മുടെ നെക്സ്റ്റ് പോയിൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്. നമ്മളെല്ലാവരും പറയും എനിക്ക് ടൈമില്ല. പക്ഷെ ശരിക്കും അതാണോ? നമുക്ക് ടൈമുണ്ട്, അത് നമ്മൾ വേസ്റ്റാക്കി കളയുക ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് വിശ്വാസമായിട്ടില്ല. ജസ്റ്റ് നിങ്ങളുടെ സ്ക്രീൻ ടൈം ഒന്ന് എടുത്ത് നോക്ക്. 3 മണിക്കൂർ യൂട്യൂബ്, 2 മണിക്കൂർ ഇൻസ്റ്റ. ഇതാണ് നിങ്ങളുടെ ടൈം. ഇവിടെയാണ് നിങ്ങളുടെ ടൈം പോകുന്നത്. അപ്പോൾ സ്ക്രോൾ ചെയ്തും ബിഞ്ച് വാച്ച് ചെയ്തൊക്കെ കളയുന്ന ടൈം നമ്മൾ പഠിത്തത്തിന് വേണ്ടി മാറ്റി വെക്കുക. എസ്പെഷ്യലി ഈ ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ഈവൺ ഇഫ് യു കട്ട് 1 hour ബാക്ക്ലോഗ്സ് നമുക്ക് തീർക്കാൻ പറ്റും. സോ അതൊക്കെ ആയാൽ നമുക്കൊരു കലണ്ടർ ഉണ്ടാക്കാം, ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കലണ്ടർ. ഒരിക്കലും ഞാൻ നാളെ 10 മണിക്കൂർ ഇരുന്ന് പഠിക്കും എന്ന് എഴുതരുത്. കാരണം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 10 മണിക്കൂർ വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം പറ്റുമായിരിക്കും, പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഒരു എനർജി പോവും. സോ സ്പ്രെഡ് ഇറ്റ് അക്രോസ് 3 to 4 days. ഫോർ എക്സാമ്പിൾ, മൺഡേ 2 hours ബാക്ക്ലോഗും 1 hour പ്രസൻറ്റ് വർക്കും. ദെൻ ട്യൂസ്ഡേ 1 hour ബാക്ക്ലോഗും 2 hours പ്രസൻറ്റ് വർക്കും. പിന്നെ വേണമെങ്കിൽ 30 minute റിവൈസ്. ഇതുപോലെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഇത് റിപ്പീറ്റ് ചെയ്യുക. എ കലണ്ടർ ഈസ് നോട്ട് ജസ്റ്റ് എ പ്ലാൻ, ഇറ്റ്സ് എ പ്രോമിസ് ടു യുവർ സെൽഫ്. റിയലിസ്റ്റിക് ആയി കലണ്ടർ സെറ്റ് ചെയ്യുമ്പോൾ യു ബിൽഡ് ട്രസ്റ്റ് വിത്ത് യുവർ സെൽഫ് ആൻഡ് ദാറ്റ്സ് ഹൗ കൺസിസ്റ്റൻസി ഗ്രോസ്. ആൻഡ് കൺസിസ്റ്റൻസി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ഇതൊക്കെ സെറ്റായി എന്നിട്ടും പഠിക്കാനിരിക്കുമ്പോൾ ഫുൾ സ്റ്റക്കായി ഫീൽ ചെയ്യുന്നുണ്ടേ, ഒന്നും മനസ്സിലാവുന്നില്ലേ, എന്താ ചെയ്യുക? അപ്പോൾ അതിനുള്ള ടിപ്പാണ് ആസ്ക് ഫോർ ഹെൽപ്പ്. ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യാതെ ഫ്രണ്ട്സിനോടും ടീച്ചേഴ്സിനോടൊക്കെ ഹെൽപ്പ് ചോദിക്കുക. നിങ്ങളുടെ കയ്യിൽ ചില നോട്ട്സ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനോടോ ഫ്രണ്ട്സിനോടൊക്കെ നോട്ട്സ് ചോദിക്കുക. അതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുക. ഇനി ഫ്രണ്ട്സിന് അറിയില്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കുക. ടീച്ചേഴ്സിനൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എന്തായാലും ഇഷ്ടമായിരിക്കും. പ്രോബ്ലംസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ടീച്ചേഴ്സിനോട് ചോദിക്കുക. ഗ്രൂപ്പ് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് സോഷ്യലൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മോട്ടിവേഷൻ വരും. ഇനിയിപ്പോൾ നിങ്ങൾ ഭയങ്കര ഇൻട്രോവേർട്ട് ആണെന്ന് വെച്ചാലും യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ക്ലാസ്സസ് ഉണ്ട്. സോ ഹെൽപ്പ് ചോദിക്കാൻ മടിക്കരുത്. ആസ്കിങ് ഫോർ ഹെൽപ്പ് ഈസ് എ വീക്ക്നെസ്, ഇറ്റ്സ് എ സ്മാർട്ട് സ്ട്രാറ്റജി. നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാനും സ്ട്രെസ്സ് കുറയ്ക്കാനും അതുപോലെ ബാക്ക്ലോഗ്സ് ഫാസ്റ്ററായിട്ട് ക്ലിയർ ആവാനും ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. സോ ഇപ്പം നമുക്ക് ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യാനുള്ള എക്സാക്റ്റ് സിസ്റ്റം ഉണ്ട്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രയോറിറ്റൈസ് ചെയ്യുക, ബാലൻസ് ചെയ്യുക, സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്യുക, റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കലണ്ടർ ഉണ്ടാക്കുക, അതേപോലെ ഹെൽപ്പ് ചോദിക്കുക. ഇത് ഫോളോ ചെയ്യുക. അപ്പോൾ ബാക്ക്ലോഗ്സ് ഒക്കെ സ്ലോലി ക്ലിയർ ആവും വിത്തൗട്ട് സ്ട്രെസ്. സോ ഓൾ ദി ബെസ്റ്റ്. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻസ് പറയുക. നിങ്ങളെപ്പോലെ തന്നെ സ്റ്റഡീസിൽ ക്യാച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഫ്രണ്ട്സിനെ വീഡിയോ അയച്ചു കൊടുക്കുക. ആൻഡ് ഫൈനലി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.